സുജയ, ആശാ വർക്കേഴ്സിന് ശമ്പളം എന്ന് പറയുന്നത് ശമ്പളമല്ല, അവരുടെ ആ ഒരു ഓണറേറിയം എന്ന് പറയുമ്പോഴേക്കും ആ വാക്കിൻ്റെ അകത്തുള്ള ആ ഒരു ഓണറെങ്കിലും അവരോട് കാണിക്കണം. ആ ഓണറില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അവർ ചെയ്തു തരുന്ന സേവനം എന്ന് പറയുന്നത് ഒരു നാടിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടത്. കാരണം ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ഓണററി വോളണ്ടിയർ സ്റ്റാറ്റസോടെ ഈ ആശമാരെ നിയോഗിച്ചത് തന്നെ സമൂഹത്തിലെ സേവനങ്ങൾ കിട്ടാതിരിക്കുന്ന ആളുകളിലേക്ക് ചെന്ന് അവർക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ ഉറപ്പാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിണറായി സർക്കാരിന് ഒരു തുടർഭരണം കിട്ടിയത്. പ്രത്യേകിച്ചും കോവിഡിനെയും അതിനുശേഷമുള്ള കാര്യങ്ങളെയും എല്ലാം കൃത്യമായി ഇടപെടാൻ സാധിച്ചതും എപ്പോഴാണ് എന്നതുകൂടി അവർ കാണേണ്ടതായിരുന്നു. അപ്പോൾ 2016 ശരിക്കും ഒരു കാര്യം നമ്മൾ എടുത്തു കാണേണ്ടത്, അതുവരെയുള്ള സർക്കാരുകൾ ഈ 1000-ൽ നിർത്തിയിരിക്കുകയായിരുന്നു. 1000 രൂപയാകുന്നത് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്നത് 2016 ശേഷമാണ്. പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നേതാക്കൾ എല്ലാവരും, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരൊക്കെ ചേരുന്ന UDF ഭരിച്ചിരുന്ന കാലത്ത് ഈ ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കൂട്ടിയില്ല എന്നുള്ളതൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നുണ്ട്. അന്ന് ഈ ആശാ വർക്കേഴ്സ് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് ആ സമരത്തോടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെയുള്ള നിഷേധാത്മക സമീപനമാണ്. അപ്പോൾ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ഇവരെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരക്കാരായ ആളുകൾ, അങ്ങനെ നിസ്സാരക്കാരായ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ്, അങ്ങനെയാണ് ഈ ആശമാരെ കാണുന്നത് എന്നുള്ളത് അല്പം വേദനയോടെയാണെങ്കിലും നമുക്ക് തുറന്നു പറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ അത് പൂർണ്ണമായും ശരിയാണ്. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഒരു സംഘടിത തൊഴിൽ ശക്തിയല്ല. കാരണം ഇവരുടെ ഒരു ജോലി തന്നെ ഒരു ഓണററി വോളണ്ടിയർ സ്റ്റാറ്റസ് ആണ്. കാരണം ഇവരൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു തരത്തിലുള്ള തൊഴിൽ പദവിയും രാജ്യവ്യാപകമായി ഇവർക്കില്ല. ഇവരുടേതൊരു സന്നദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവർ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാണോ ഇതിലേക്ക് വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ചെയ്യുന്ന സേവനം എന്താണ്, അവരുടെ തൊഴിൽ, അതായത് അവരുടെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ സമയപരിധി എത്രയാണ് എന്നതുകൂടി കണക്കാക്കണം. ഇപ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ ഇവരെ പോലെ 24 മണിക്കൂറും ഇതിനായി മാത്രം നീക്കി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണത്തിന് ഒരിക്കലും ചെയ്യില്ല, മറ്റാരും ചെയ്യില്ല. അപ്പോൾ ഈ ഇവരുടെ സമരത്തെ തള്ളിപ്പറയുന്ന ആളുകൾ തങ്ങളെ അവരുടെ ആ ചെരുപ്പിലേക്കൊന്ന്, അതായത് മറ്റൊരുത്തൻ്റെ ഷൂവിൽ കയറുമ്പോഴാണല്ലോ അവരുടെ വേദന മനസ്സിലാവുക. അപ്പോൾ ഈ തൊഴിലാളി വർഗ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ, തൊഴിലാളികൾക്ക് വേണ്ടി എന്നാണല്ലോ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത്, അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി ഇവരെ ഒരു തൊഴിൽ മേഖലയായി അല്ലെങ്കിൽ ഒരു തൊഴിലെടുക്കുന്ന വർഗമായി പോലും കണക്കാക്കി പരിഗണിക്കുന്നില്ല എന്നൊരു കാര്യം ഇപ്പോഴത്തെ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാം. പക്ഷേ നേരത്തെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്നത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2016 ഈ 1000-ൽ നിന്ന് കൂട്ടി തുടങ്ങിയത്. 2024 ഏറ്റവും ഒടുവിൽ ഓണറേറിയം 7,000 ആക്കി ഫിക്സ് ചെയ്യുന്നത്. അതുവരെ ഘട്ടം ഘട്ടമായി കൂട്ടിയിട്ടുണ്ട്. അതിനു മുൻപ് 300 മുതൽ, ഈ തുടക്കം മുതൽ 300 രൂപയാണ് ആദ്യത്തെ വേതനം. അന്ന് പക്ഷേ 1-2 മണിക്കൂറേ ഉള്ളൂ. ദേശീയ തലത്തിൽ 2008 മുതലാണ് കേരളത്തിൽ ഇത് നടപ്പാവുന്നത്. അപ്പോൾ 300 രൂപയിൽ നിന്ന് 500 ആക്കുന്നു, പിന്നീട് 1000 ആക്കുന്നു, 1500 ആക്കുന്നു. നിരന്തര സമരങ്ങൾക്കൊടുവിലാണ് ഈ 7000-ൽ തന്നെ എത്തുന്നത്. അല്ലാതെ ഇവർക്ക് ആദ്യം മുതലേ 7000 കൊടുത്തിരുന്നു എന്ന് നമ്മൾ കാണാൻ പാടില്ല. പക്ഷേ ഈ 7000-ന് ചെയ്യേണ്ടി വരുന്ന ജോലിയുടെ ഭാരം എത്രയാണ് എന്നത് നിജപ്പെടുത്തുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ ടെലിഫോൺ അലവൻസ് 200 രൂപയും പ്രതിമാസ ഓണറേറിയം 7000 രൂപയുമായി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവർക്ക് ഈ ജോലി തുടരാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കൂടുകയും ചെയ്യുന്നത്. ഇപ്പോൾ വിരമിക്കൽ പ്രായം 65 ആക്കിക്കൊണ്ട്, ആശ്വാസധനം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയൊക്കെ ആക്കിക്കൊണ്ട് ബംഗാൾ സർക്കാർ അടക്കം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത് ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുതലാണ് ഈ കൂട്ടി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ 2024 ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ചത്. അപ്പോൾ 7000 ആക്കുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ സെക്കൻഡ് ടേം പൂർത്തിയാകുന്നതിന് മുൻപ് അവരുടെ കാര്യത്തിൽ കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഇമേജ് പോസിറ്റീവ് ആക്കുകയുള്ളൂ. അത് സർക്കാരാണ് തിരിച്ചറിയേണ്ടത്. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുമായി അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ഒരേ രീതിയിൽ ഇടപെടുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ആശാ വർക്കേഴ്സാണ്. മറ്റൊരു തൊഴിൽ മേഖലയ്ക്കും 2 തട്ടിലുമുള്ള ആളുകളുമായി ഒരേ സമയം ഇടപഴകാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബൂത്ത് ടു ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നതിന് തുല്യമാണ് ഒരു ആശാ വർക്കർ ചെന്ന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്ന വിഭാഗമാണ് ആശാ വർക്കേഴ്സ് എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് സമരത്തിന് പോകാമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ സമരപ്പന്തലിലേക്ക് ഒന്ന് വരാം. ഈ സമരപ്പന്തലിലേക്ക് ഇതുവരെ വരികയോ അല്ലെങ്കിൽ ഈ 13 ദിവസമായി സെക്രട്ടറിയുടെ മുന്നിലൂടെ ഒരുപക്ഷെ മന്ത്രി അതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. കാണാൻ പോയിട്ട് അനുവദിച്ചില്ല എന്നുള്ളത് മന്ത്രി ആ സമരപ്പന്തലിലേക്കൊക്കെ ഒന്ന് മന്ത്രിക്ക് വരാവുന്നതാണ്. കാരണം നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ അവർക്കൊപ്പമാണ് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ നിയമസഭയിലോ മന്ത്രിമന്ദിരത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ ഇരുന്ന് പറയുന്നതിനപ്പുറം തൊട്ടടുത്ത് നമ്മുടെ മുറ്റത്തിരുന്ന ഒരാൾ സമരം ചെയ്യുമ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഞാൻ
നിങ്ങളെ കേൾക്കാം, സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതിന്റെ പരിമിതികളുണ്ട് എന്നെങ്കിലും അവരെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മഹാസംഗമത്തിനൊക്കെ മുമ്പ് ഈ സമരം തീർന്നേനെ. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ഓണറേറിയത്തിന്റെ കുടിശ്ശിക കൊടുക്കുന്നു, പക്ഷേ ഇത് കൂട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ച NHMന്റെ ഈ കണക്ക് കേന്ദ്ര സർക്കാർ എത്രയാണ് ഫണ്ടായി കൊടുത്തിരിക്കുന്നത് എന്നതുകൂടി ഞാൻ പറയാം. 2023-24 സാമ്പത്തിക വർഷത്തിൽ 189.15 കോടിയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ NHMന്റെ കീഴിൽ കൊടുത്തിരിക്കുന്നത്. 2024-25 815.73 കോടിയാണ്. ഇതാണ് കേന്ദ്രം കൊടുത്തത്. ഇനി എന്തിനാണ് അങ്ങോട്ട് പോയി സമരം ചെയ്യുന്നത് എനിക്കറിയില്ല. ഇങ്ങോട്ടേക്കുള്ള ഈ തുക കൃത്യമായി പ്രോപ്പർ യൂട്ടിലൈസേഷനിലേക്ക് പോകുമ്പോൾ അതിൽ ആശാ വർക്കേഴ്സ് വരുന്നില്ലേ? ഹെൽത്ത് സെക്ടറിന് വേണ്ടിയാണല്ലോ NHM എന്ന് പറയുന്നത്, ഒരു അംബ്രല്ല ടേമാണ്. അപ്പോൾ ആ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന അലോക്കേഷനിൽ നിന്ന് എന്തുകൊണ്ട് പ്രോപ്പർ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുമ്പോൾ ആശാ വർക്കേഴ്സിന് കൂട്ടി ഇപ്പോൾ 7,000 എന്നുള്ളത് 10,000 ആക്കിയാലും ആരും വടിയെടുത്തടിക്കുകയൊന്നുമില്ല. കേന്ദ്ര സർക്കാർ വന്ന് എന്തുകൊണ്ട് 10,000 ആക്കിയെന്ന് ചോദിക്കില്ല. കാരണം സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ 10,000 കർണാടക 10,000 ആക്കാൻ പോകുന്നു. ഏപ്രിലോടുകൂടി കർണാടകയിലും 10,000 ആകും. പുതുച്ചേരിയിലുണ്ട്. അപ്പോൾ മിക്കയിടങ്ങളിലും ഈ തുക ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നത് ജീവിത ചെലവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകളുടെ സാമ്പത്തികാവസ്ഥ, അവർക്ക് മുന്നോട്ട് പോകാൻ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആവശ്യമായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവാണ് നമ്മൾ ഈ ഓണറേറിയമായി കൊടുക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അത് ഇവിടുത്തെ സർക്കാരിന് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇതൊരു ജനകീയ സർക്കാരാണ്. അപ്പോൾ ജനകീയമാക്കിയതിൻ്റെ പ്രധാന ഘടകമായ ആശാ വർക്കേഴ്സിന് എന്തുകൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നതായല്ല, ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും എന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം. ദുരിതം അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ അത് സർക്കാരിന് ഒരിക്കലും ഒരു പോസിറ്റീവായുള്ള ഒരു പ്രതിച്ഛായ തരില്ല. അത് മറുഭാഗത്ത് ചെയ്യുന്ന PSC ആയാലും ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ കാര്യത്തിലായാലും അതുപോലെ KV തോമസിന്റെ കാര്യത്തിലായാലും അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പണമുണ്ടല്ലോ, അപ്പോഴൊന്നും ഈ ഖജനാവിൽ നിന്ന് കാശ് ഇങ്ങോട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ തെറ്റു പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടി, ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നിട്ടുണ്ട്. സർക്കാരിന് ഇനി ആക്ട് ചെയ്തേ പറ്റൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ആശാ വർക്കേഴ്സിന് കഴിഞ്ഞ ആഴ്ച വന്ന ഇടപെടലാണ്. പക്ഷെ അതിന്മേൽ ഇതുവരെ ആക്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മെച്ചപ്പെട്ട ശമ്പളം, സാമൂഹിക സുരക്ഷ, പെൻഷനുകൾ, ശമ്പളത്തോടു കൂടിയ അവധി, ആരോഗ്യ ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, അപകട കവറേജ് ഇതൊക്കെ ലഭ്യമാക്കണമെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ആശാപ്രവർത്തകരുമായി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു യോഗം നടന്നിരുന്നു ഈ മാസം 21-ാം തീയതി. അപ്പോൾ ഈ യോഗം നടന്ന് ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇതേക്കുറിച്ചൊന്നും വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ തങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പോലും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോ പറയുന്നില്ല എന്നുള്ളത് വിരോധാഭാസമാണ്. നിശ്ചിത പ്രതിമാസ ശമ്പളം, ഇത് ദേശീയ തലത്തിലുള്ള ഡയറക്റ്റീവാണ്. നിശ്ചിത പ്രതിമാസ ശമ്പളം, സാമൂഹിക സുരക്ഷ, ഇതെല്ലാം. ഒപ്പം സംസ്ഥാനങ്ങളിൽ ഉടനീളം ഓണറേറിയം അല്ലെങ്കിൽ വേതനം അത് മാനദണ്ഡമാക്കുക. ഓണറേറിയങ്ങൾ, അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഓണറേറിയം മിനിമം വേതന ചട്ടവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? മിനിമം വേതനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എത്രയാണ് എന്നുള്ളത് അറിയാമല്ലോ. അതുമായി ഇത് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല, പകുതി പോലുമില്ല. അപ്പോൾ 18,000 രൂപയുടെ പകുതി പോലും ഇവിടെ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ 7,000 നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം മാറ്റിവെച്ച് കഴിഞ്ഞാൽ 7,000 ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഈ മിനിമം വേതന ചട്ടവുമായി പൊരുത്തപ്പെടുന്നില്ല. ആശകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൽ NDA സർക്കാർ വന്നതിന് ശേഷം ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപകട കവറേജ്, സൗജന്യ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, ഗതാഗത അലവൻസ് ഒന്നും ഇല്ലല്ലോ. അവർക്ക് ആകെ ഈ ഫോണിൻ്റെ 200 രൂപയല്ലേ കൊടുക്കുന്നുള്ളൂ. ഫീൽഡ് സന്ദർശനങ്ങളിൽ വൃത്തിയുള്ള വിശ്രമ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം, കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം, ഇതെല്ലാം കൂട്ടണമെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആശാപ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന സംഭാവനയ്ക്ക് ആനുപാതികമായി വേതനം നൽകുന്നില്ല. ഇത് നമ്മുടെ 3 പേരുടെയും അഭിപ്രായമായോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെയോ, സമരത്തിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മാത്രം അഭിപ്രായമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതെങ്കിലും ഒന്ന് സർക്കാരിൻ്റെ കാതുകളിൽ ചെന്ന് പതിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നവർക്ക് പലപ്പോഴും കുറഞ്ഞ തുക മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഇവിടെ വ്യക്തമായി നിൽക്കുന്ന കാര്യമാണ്. പൊതുജനാരോഗ്യം, മിനിമം വേതന നിർണ്ണയം, അത് രണ്ടും കേന്ദ്രത്തിൻ്റെ പരിധിയിലല്ല, സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ ആശാ വർക്കർമാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പരിഹരിക്കുന്നതിന്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആശാ വർക്കേഴ്സ് ചെന്ന് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യമായ നയം, പ്രവർത്തനക്ഷമമായ നടപടികൾ അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആശാ വർക്കേഴ്സ് ഒറ്റയ്ക്കല്ല, അവർക്ക് ഒരു സംവിധാനത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിലും സർക്കാർ ഒന്ന് ഉണർന്ന് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവരിലേക്ക് നോട്ടം എത്തുമ്പോഴാണ് ഒരു സർക്കാർ എല്ലാവരുടെയും സർക്കാർ ആകുന്നത്. അത് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ആ തറയിൽ അവരവിടെ കിടന്നുറങ്ങുകയാണ്. 13ാമത്തെ രാത്രിയാണ് അവരവിടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഇട്ടിട്ട് വന്ന് കിടന്നുറങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ കൺമുന്നിലാണ്. മുഖ്യമന്ത്രി അത് കണ്ണു തുറന്ന് കാണണം.
Meet the editors.